പ്രിയപ്പെട്ട കുട്ടികളെ, ഭാഷാശാസ്ത്രവും ഭാഷാവിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെയും ബന്ധത്തെയും കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഭാഷാശാസ്ത്രം എന്നതൊരു ശാസ്ത്രമാണെങ്കിൽ ഭാഷാവിജ്ഞാനം എന്നത് ഭാഷയെക്കുറിച്ചുള്ള അറിവ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആധുനിക കാലത്തെ ഭാഷാ ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷയൊരു ശാസ്ത്രം എന്ന രീതിയിൽ ഉള്ള പഠനമായിട്ടല്ല ഭാഷാവിജ്ഞാനം നിലകൊള്ളുന്നത്. ഭാഷ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഭാഷാ പഠനം വികസിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തെയാണ് ഭാഷാവിജ്ഞാന പഠനം അഥവാ ഫിലോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പാരമ്പര്യ വ്യാകരണത്തിനും വിവരണാത്മക വ്യാകരണത്തിനും ഇടയിൽ ഉള്ള ഒരു സ്ഥാനമാണ് ഫിലോളജിക്കുള്ളത്, അതായത് ഭാഷാവിജ്ഞാനത്തിനുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയത് ബ്ലൂംഫീൽഡിൻ്റെയും തുടർന്ന് ചോംസ്കിയുടെയും ഒരു കാലഘട്ടത്തിലുള്ള ഭാഷാ പഠന രീതിയാണ്, ഘടനാത്മക വ്യാകരണത്തോടു കൂടി ആരംഭിച്ച ഒരു ഭാഷാ പഠന രീതിയാണ് വിവരണാത്മക വ്യാകരണമല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനും പാരമ്പര്യ വ്യാകരണത്തിനും ഇടയിലാണ് ഫിലോളജിയുടെ സ്ഥാനം. അതായത് ഒറ്റ ഭാഷകളിൽ നിന്ന് മാറി നിന്ന് ഉൽപ്പത്തിപരമായ ബന്ധം പുലർത്തുന്ന ഒരു ഭാഷാ സമൂഹങ്ങളെ അപഗ്രഥിക്കുകയും അവയ്ക്കിടയിലുള്ള വ്യത്യാസങ്ങളും അവയ്ക്കിടയിലുള്ള സാദൃശ്യങ്ങളും എടുത്തു കാണിക്കുകയൊക്കെയായിരുന്നു ഭാഷാവിജ്ഞാനം പഠനം വഴി അവർ ശ്രമിച്ചത്. അതായത് ലോകത്തിലുള്ള എല്ലാ ഭാഷകളെയും ഒരു കുടുംബമായി കണ്ട്, ഒരു ഗോത്രമായി കണ്ട്, ഏതെങ്കിലും ഒരു പൂർവ ഭാഷയുടെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഉപഭാഷകളായിട്ട് വേർതിരിഞ്ഞു വന്ന ഭാഷകൾ എന്ന നിലയിൽ ഇതിനെ പഠിക്കാനായിട്ട് ഭാഷാ വിജ്ഞാന പഠന കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഭാഷാ പഠനം ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഭാഷയെ പഠിക്കുമ്പോഴാണ് അത് ഭാഷാശാസ്ത്രമാകുന്നത്. ഭാഷയെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ ഘടകങ്ങളെ ഇഴപിച്ച് പരിശോധിച്ചുള്ള പഠനമാണ് ഭാഷാശാസ്ത്രം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഭാഷയുടെ വ്യവസ്ഥകൾക്ക് നിശ്ചിതമായിട്ടുള്ളൊരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കി അവയെ നിർവചിക്കാൻ ഭാഷാശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കും. അതായത് ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ പഠിക്കുമ്പോൾ ഭാഷയെ നിരീക്ഷിക്കുക, പിന്നെ തത്വങ്ങൾ രൂപീകരിക്കുക, അതിനെ വിശകലനം ചെയ്യുക, സാമാന്യവൽക്കരിക്കുക, അതിനുശേഷം ഒരു പ്രഡിക്റ്റ് ചെയ്യുക, ഇന്നതാണ് ഭാഷയുടെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ, അവ ഇങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ള രീതിയിലൊരു പ്രവചനം നടത്തുക. പിന്നെയും ഭാഷയെ നിരീക്ഷിക്കുക, എന്നിട്ട് രൂപീകരിക്കപ്പെട്ട തത്വം ശരിയാണോ ഇല്ലേ എന്ന് ഉറപ്പിക്കുക, ശരിയല്ലാത്തത് തള്ളിക്കളയുക, അത് കഴിഞ്ഞ് എല്ലാ ഭേദഗതികളും വരുത്തിക്കൊണ്ട് സ്വീകരിക്കുക. ഇങ്ങനെ ഒരു ഗവേഷണപരമായി ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് ഈ ഭാഷാശാസ്ത്രം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ലിംഗ്വിസ്റ്റിക്സ് അഥവാ ഭാഷാശാസ്ത്രം എന്ന പേര് തന്നെ നൽകിയിരിക്കുന്നത്. അതിൽ ഇങ്ങനെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ പഠിക്കുമ്പോൾ അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള 2 ലക്ഷ്യങ്ങൾ അതിലുണ്ട്. ഒന്നാമത്തേത് ഭാഷയുടെ സ്വരൂപം അപഗ്രഥിച്ച് ഭാഷയുടെ നിയമങ്ങൾ രൂപവൽക്കരിക്കലാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് കണ്ടെത്തിയ ഈ പഠനത്തിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു നിയമത്തെ ഭാഷകളിൽ പ്രയോഗിക്കുക. ഇതാണ് ഭാഷാശാസ്ത്രത്തിൽ ചെയ്യുന്നത്. ഭാഷ വിജ്ഞാനം എന്ന നിലയിലും ഭാഷാശാസ്ത്രം എന്ന നിലയിലുമുള്ള പഠനം, അതായത് ഭാഷാ വിജ്ഞാന പഠനത്തിൽ നിന്നാണ് ഭാഷാശാസ്ത്ര പഠനത്തിലേക്കുള്ള വളർച്ച ആരംഭിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഘടനാവാദത്തിന് മുമ്പുള്ള ഭാഷയെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ച് പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും കാലഘട്ടം തുടങ്ങിയുള്ള ഭാഷയുടെ പഠനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഘടനാവാദത്തെക്കുറിച്ച്. അപ്പോൾ ഘടനാവാദത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് സാഹിത്യ വിമർശനത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഘടനാവാദം. പക്ഷെ അത് ഭാഷയെക്കുറിച്ചാണ് ആദ്യം ഘടനാവാദം പഠിക്കുന്നത്. ഭാഷയുടെ ഘടകങ്ങളെ ഇഴപിരിച്ച് പരിശോധിക്കുകയാണ് ഘടനാവാദം ചെയ്യുന്നത്.
ഇത് ആദ്യമായി ഭാഷയെക്കുറിച്ച് ഭാഷ ഒരു ഘടന എന്നുള്ള രീതിയിൽ പഠിക്കാനായിട്ട് മാത്രമല്ല അതങ്ങനെ പഠിച്ച് അതിൻ്റെ ഒരു പലതരത്തിലുള്ള ഉപഘടകങ്ങൾ വേർതിരിച്ച് ഇത് പല ഉപഘടകങ്ങളുടെ സമാഹാരമാണ് ഒരു ഭാഷ എന്നുള്ള രീതിയിൽ ഭാഷയെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഘടനാത്മക സമീപനത്തിൻ്റെ വളർച്ചയോടുകൂടിയാണ്. അതായത് താരതമ്യ വ്യാകരണം സമകാലികമായിട്ടുള്ള ഭാഷയുടെ സ്വഭാവങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ അവഗണിച്ചു കൊണ്ടുപോയ ഒരു കാലഘട്ടത്തിലാണ് ഘടനാത്മക വ്യാകരണം വരുന്നത് തന്നെ. ഏകകാലികമായിട്ടുള്ള ഭാഷയുടെ സ്വഭാവങ്ങളെ അവഗണിക്കുകയും ബഹുകാലികമായിട്ടുള്ള ഭാഷാ പഠനങ്ങൾ അപ്രസക്തമാണെന്നുള്ള തിരിച്ചറിവും ഒക്കെയാണ് ഈ ഘടനാത്മക പദ്ധതി വന്നതിന് കാരണം. അതായത് ബഹുകാലിക ഭാഷാ പഠനം മാത്രം പോരാ, ഏകകാലികമായ ഭാഷാ പഠനത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളത്, അതാണ് യഥാർത്ഥത്തിൽ ഭാഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ശാസ്ത്രീയമായി ഇറങ്ങാനുള്ള ഒരു രീതിശാസ്ത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഘടനാവാദം മുന്നോട്ട് വരുന്നത് തന്നെ. ഘടന, വ്യവസ്ഥ, ഈ രണ്ട് സങ്കല്പനങ്ങളാണ് ഘടനാവാദം മുന്നോട്ട് വെക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഘടനയിൽ രണ്ട് വസ്തുതകൾ ഉണ്ട്. ഘടകങ്ങളും ഘടകങ്ങളുടെ നിയമാനുസൃതമായ ചേരുവകളും. അതാണ് ഏതിലുള്ളത്? ഘടനയിലുള്ളത്. ഒരേ പ്രതിഭാസത്തിലെ ഒന്നിലധികം ഘടകങ്ങൾക്ക് നമുക്ക് പ്രവചനീയമായ ഒരു രീതിയിൽ ഒരു ബന്ധം ഉണ്ടാകുമ്പോഴാണ് അതൊരു വ്യവസ്ഥയായി മാറുന്നത്. അതായത് ഒരേ പ്രതിഭാസത്തിലെ ഒന്നിലധികം ഘടകം, അതായത് ഒരു ഭാഷയിലെ ഒന്നിലധികം ഘടകങ്ങൾക്ക് ഇങ്ങനെയാണ് ഈ ഘടകങ്ങൾ വരികയുള്ളൂ എന്ന്, അത് കർത്താവ്, കർമ്മം, ക്രിയ, ഈ രീതിയിലാണ് ഒരു വാക്യം രൂപപ്പെടുന്നതെന്ന് പറയുമ്പോൾ അതിനൊരു വ്യവസ്ഥ വന്നു. അപ്പോൾ അപ്പോഴാണ് അതിനൊരു ഘടകങ്ങൾ ഇങ്ങനെ ആണ് ചേരുകയുള്ളൂ എന്ന് പറയുമ്പോഴാണ് അതിനൊരു വ്യവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വിവിധ ഘടകങ്ങളെയും അവ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയെയുമാണ് ഈ ഘടനാത്മക സമീപനം പഠിക്കുന്നത്. ഇവർ പറയുന്നു ഭാഷയ്ക്ക് 3 തലങ്ങളുണ്ടെന്നാണ് ഘടനാവാദികൾ പറയുന്നത്. ആ 3 തലങ്ങളും കൂടിച്ചേർന്നതാണ് ഭാഷ എന്നാണ്. അതായത് ഈ 3 ഘടകങ്ങളുടെ, ഭാഷയുടെ ഘടന എന്ന് പറയുന്നത് ഈ 3 തലങ്ങളും കൂടിച്ചേർന്നതാണെന്നാണ് ഘടനാവാദികളുടെ നിഗമനം. ഒന്നാമത്തേത് സ്വനഘടന, രണ്ടാമത്തേത് രൂപഘടന, മൂന്നാമത്തേത് വാക്യഘടന. ഈ 3 ഘടകങ്ങൾ ചേർന്നതാണ് ഭാഷയുടെ ഘടന. നിങ്ങൾ മറക്കരുത്, ഭാഷയ്ക്ക് 3 ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ആദ്യം തന്നെ അവർ പറയുന്നു ഭാഷയ്ക്ക് ഘടനയും വ്യവസ്ഥയും ഉണ്ട്. ഭാഷയുടെ ഓരോ ഘടകങ്ങളും ഒരു കൃത്യമായ രീതിയിൽ ചേരുമ്പോഴാണ് വ്യവസ്ഥയുണ്ടാകുന്നത്. അത് നിങ്ങൾ മറക്കരുത്. രണ്ടാമത്തേത് ഭാഷയ്ക്ക് 3 തലങ്ങളുണ്ട്. അത് സ്വനതലം, രൂപതലം, വാക്യതലം എന്നുള്ളതാണ്. ഇത് 3 ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് എന്താകുന്നത്? ഭാഷയുടെ ഘടനയാകുന്നത് എന്നാണ് ഘടനാവാദികൾ പറയുന്നത്. കോർത്തനെയും സസൂറും ഇവരാണ് ഇത് തുടങ്ങി വെച്ചത്. പ്രാഗ് സ്കൂൾ എന്ന് പറയും ഇവരുടെ. അത് ആദ്യത്തെ ഈ ഘടനാവാദത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ പ്രാഗ് സ്കൂൾ വഴിയാണ് യാക്കോബ്സണും തുടങ്ങിയവരൊക്കെ കൂടി സസൂറിന് ശേഷം വികസിപ്പിച്ചു വന്ന ഘടനാവാദത്തെയാണ് നമ്മൾ പ്രാഗ് സ്കൂൾ എന്ന് പറയുന്നത്. അതാണ് യൂറോപ്യൻ ഘടനാ സിദ്ധാന്തം. സബീർ തുടങ്ങി വെച്ച വേറൊന്നുണ്ട്, ബ്ലൂംഫീൽഡും ഹാരിസും പൈക്കും നൈഡയൊക്കെ കൂടി വികസിപ്പിച്ചെടുത്തത്. അത് അമേരിക്കൻ ഘടനാ സിദ്ധാന്തം. അപ്പൊ 2 തരത്തിലുള്ള ധാരകൾ ഘടനാവാദത്തിനുണ്ട്. പ്രാഗ് സ്കൂൾ എന്ന് പറയുന്ന യൂറോപ്യൻ ഘടനാ സിദ്ധാന്തവും പിന്നെ അമേരിക്കൻ ഘടനാ സിദ്ധാന്തവും. ഇങ്ങനെ 2 തരത്തിലുള്ള അതായത് വ്യത്യസ്ത ധാരകൾ ഉണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തില് സസൂറാണ് ഈ ഘടനാവാദത്തെ ഒരു സൈദ്ധാന്തിക അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ പഠനത്തിന്റെ തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം ഭാഷയുടെ 3 സ്വഭാവങ്ങളാണ് അതിനുവേണ്ടി പരിഗണിച്ചത്. ഒന്നാമത്തേത് ഭാഷ ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ, ഭാഷ ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ. രണ്ടാമത്തേത് ഭാഷ സാംസ്കാരിക പ്രതിഭാസം എന്ന നിലയിൽ. മൂന്നാമത്തേത് ഭാഷ ഒരു ഘടന എന്ന നിലയിൽ ഘടനാത്മകമായി പഠിക്കുന്നു. അതായത് ഭാഷ ഒരു ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ പഠിക്കുന്നു, ഒരു സാംസ്കാരിക പ്രതിഭാസം എന്ന നിലയിൽ പഠിക്കുന്നു, ഒരു ഘടന എന്ന നിലയിൽ ഘടനാത്മകമായിട്ട് പഠിക്കുന്നു. ഇനി സൊസൂർ അടുത്തൊരു കാര്യം പറയുന്നത് ഭാഷയെ ബാഹ്യമായും ആന്തരികമായിട്ടും
ഭാഷയെ സമീപിക്കാം, പഠിക്കാമെന്നാണ്. അതായത് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ഭൂമിശാസ്ത്രപരമായ പരിഗണനയിലൂടെ ഭാഷയെ സമീപിക്കുന്നതാണ് ബാഹ്യമായ സമീപനം. ഭാഷയുടെ ആന്തരിക ഘടനയുടെ വസ്തുനിഷ്ഠമായ അപഗ്രഥനമാണ് ആന്തരിക സമീപനം. അപ്പൊ ബാഹ്യഘട സമീപനമുണ്ട്, ആന്തരിക സമീപനമുണ്ട്. ഇതിന് ഭാഷയുടെ പരിണാമ ചരിത്രം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, അത് മനസ്സിലാക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് സസൂറിയൻ ഘടനാവാദം പറയുന്നത് അതിൻ്റെ വ്യവസ്ഥാപൂർണമായ ഘടനയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഘടനയുണ്ട്, വ്യവസ്ഥയുണ്ട്. അതായത് പരസ്പര ആശ്രയിച്ചാണ് ഇവ നിൽക്കുന്നത്. ആ ഘടകങ്ങൾ കൃത്യമായാൽ ആ വ്യവസ്ഥ ഉണ്ടാകുള്ളൂ അല്ലെ. അപ്പൊ പരസ്പര ആശ്രിതത്തോടു കൂടിയാണ് ഈ ഘടനയും വ്യവസ്ഥയും നിലനിൽക്കുന്നത്. അതായത് വിഭിന്നങ്ങളായ, വ്യത്യസ്തങ്ങളായ ചിഹ്നങ്ങളുടെ സാകല്യ ബന്ധ സ്വരൂപത്തെയാണ് വ്യവസ്ഥാപൂർവമായ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കൂടിച്ചേർന്ന കൂടിച്ചേർന്ന ഒരു ബന്ധം, വളരെ കൃത്യമായിട്ട് ഗ്യാപ്പിലേക്ക് ഇങ്ങനെ കയറി ചേർന്നിട്ടുള്ള ബന്ധം എന്ന് പറയില്ലേ നമ്മള്, അങ്ങനെ എന്താ പറയാ, സാകല്യ ബന്ധം. അതായത് എവിടെയാണോ പോരായ്മ അവിടേക്ക് കയറി ചേർന്നിട്ടുള്ള അങ്ങനെ ഇറുകിയൊരു ബന്ധം ഭാഷയ്ക്കുണ്ട്. അങ്ങനെയുള്ള സ്വരൂപമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഘടനയാണ് വ്യവസ്ഥാപൂർണമായ ഘടന എന്നാണ് സസൂർ അല്ലെങ്കിൽ സസൂറിയൻ ഘടനാവാദക്കാര് പറയുന്നത്. ഭാഷയുടെ പ്രയോഗ രൂപങ്ങളല്ല, ഈ പ്രയോഗ രൂപങ്ങൾക്ക് ആധാരമായി വർത്തിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടല്ലോ, ആ വ്യവസ്ഥയാണ് ഘടനാ സിദ്ധാന്തം അനുസരിച്ച് ഇവര് അപഗ്രഥിക്കുന്നത്, അല്ലെങ്കിൽ അപഗ്രഥിക്കേണ്ടത് അതാണെന്നാണ് അവരുടെ അഭിപ്രായം. അതായത് സാധാരണ ഭാഷയ്ക്ക് ബാഹ്യ ഘടകങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ആ മാറ്റങ്ങൾക്കൊന്നും ഇട നൽകാത്ത അല്ലെങ്കിൽ വിധേയമാകാത്ത, ഒരു സമ്മർദ്ദത്തിനും ഇട നൽകാത്ത ഭാഷയുടെ വ്യവസ്ഥയാണ് ഇദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഭാഷയുടെ ആന്തരിക വ്യവസ്ഥയ്ക്ക് ആധാരമായിട്ടുള്ള രണ്ട് തരം ബന്ധങ്ങളെ കുറിച്ച് സസൂർ പറയുന്നുണ്ട്. ഭാഷയുടെ ആന്തരിക വ്യവസ്ഥയ്ക്ക് ആധാരമായിട്ടുള്ള രണ്ട് തരം ബന്ധങ്ങൾ, ഒന്നിനെ അക്ഷതല ബന്ധം എന്നും അടുത്തത് ലംബതല ബന്ധം എന്നാണ് പറയുന്നത്. അക്ഷതല ബന്ധവും ലംബതല ബന്ധവും വാക്യഘടനയിലെ ഘടകങ്ങൾക്കുള്ള അന്യോന്യ ബന്ധമാണ്. അതായത് ഒരു വാക്യത്തിലെ കർത്താവ്, കർമ്മം, ക്രിയ, ഓരോ ഘടകങ്ങളുണ്ടല്ലോ, ഇവയ്ക്ക് പരസ്പരമുള്ള ബന്ധത്തെയാണ് അക്ഷതല ബന്ധം എന്ന് പറയുന്നത്. ഇനി വാക്യഘടനയിലെ ഓരോ ഘടകത്തിനും തുല്യധർമ്മമുള്ള ഇതര ഘടകങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ലംബതലം എന്ന് പറയും. അതായത് തിരശ്ചീനമായിട്ട്, സമാന്തരമായിട്ട് പോകുന്നത്. കർത്താവ്, കർമ്മം, ക്രിയ നേരെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നദി ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് അക്ഷതല ബന്ധം എന്ന് പറയുന്നത്. ഇനി കുത്തനെയുള്ള ബന്ധമാണ് ലംബതല ബന്ധം. അതായത് ഇപ്പോൾ ഞാൻ മിടുക്കനായ കുട്ടി എന്ന് പറഞ്ഞു, ആ മിടുക്കനായ മാറ്റിയിട്ട് ഞാൻ അടുത്തതിനെ കൊണ്ടുവച്ചു സമർത്ഥന, അതിന്റെ മുകളിൽ സമർത്ഥനായ ഉണ്ട്, സമർത്ഥനായ കുട്ടി. ഇനി മിടുക്കനായ, സമർത്ഥനായ, അടുത്തത് ഞാൻ അതിന്റെ വേറൊരെണ്ണം കൊണ്ട് വെച്ചു നിപുണനായ കുട്ടി. അപ്പൊ മൂന്നെണ്ണം ഉണ്ട്. അതിങ്ങനെ കുത്തനെ, ഒന്നിനു മേലെ ഒന്ന്, ഒന്നിനു മേലെ ഒന്ന്, അങ്ങനെ ഒന്നിനു മേലെ, ഇതിന് പകരം അത്, അതിന് പകരം ഇത്. ഇനി സമർത്ഥനും ബുദ്ധിമാനുമായ കുട്ടി, ഇങ്ങനെ നമുക്ക് പലതിനും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലംബതല ബന്ധം, ഒന്നിന് പകരം മറ്റൊന്നിനെടുത്ത്. അപ്പൊ അക്ഷതല ബന്ധമല്ല, കർത്താവ്, കർമ്മം, ക്രിയ എന്നുള്ള ബന്ധമല്ല, ഇതിന് പകരം മറ്റൊന്ന്, അതിന് പകരം മറ്റൊന്ന്, ഇതല്ലാതെ മറ്റൊന്നിനെ മാറ്റിവെക്കുക, അങ്ങനെ ലംബതല ബന്ധം. ഇതിന്റെ മേലേക്കുള്ളത് എടുത്തു വെക്കുക, അതിന്റെ മേലേക്കുള്ളത് എടുത്തു വെക്കുക, അങ്ങനെയുള്ളതിനെയാണ് ലംബതല ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഈ അക്ഷതല ബന്ധവും വാക്യഘടനയിൽ ഘടകങ്ങൾക്കുള്ള അന്യോന്യ ബന്ധമാണ് നമ്മൾ പറഞ്ഞത് അക്ഷതല ബന്ധം. ഞാൻ നേരത്തെ പറഞ്ഞ കർത്താവ്, കർമ്മം, ക്രിയ. മറ്റേത് ലംബതല ബന്ധം, അതായത് വാക്യത്തിലെ കർത്തൃ കർമ്മക്രിയകൾക്ക് അക്ഷതല ബന്ധമാണുള്ളത്. വാക്യത്തിലെ ഓരോ ഘടകത്തിന്റെ സ്ഥാനത്തും പ്രത്യക്ഷപ്പെടാവുന്ന മറ്റ് ഘടകങ്ങൾക്ക് എന്താണ്, അത് ലംബതല ബന്ധമാണുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ എന്താണ് അക്ഷതല ബന്ധം, എന്താണ് ലംബതല ബന്ധം എന്ന്. ഇനി അടുത്തത് അമേരിക്കൻ ഘടനാ സിദ്ധാന്തമാണ്. അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയാനുള്ളത് സബീറും ബ്ലൂംഫീൽഡും ആണ്. ഘടന അപഗ്രഥന രീതിയെ ഒരു വ്യക്തിയുടെ സാംസ്കാരിക ജീവിതവുമായി ബന്ധപ്പെടുത്തി ഉള്ള പഠനമായിരുന്നു സബീറിന്റെ പഠനം. അദ്ദേഹം പഠിച്ചിരുന്നത് ഭാഷയുടെ ഘടന ഒരു വ്യക്തിയുടെ സാംസ്കാരിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പഠിക്കുന്നത്. സബീറും
വോർഫും കൂടി രണ്ടുപേരും കൂടിയുള്ള അവർ രണ്ടുപേരുടെയും കൂടിയുള്ള പഠന ഫലമായി ഉണ്ടായ ഒരു പരികല്പനയാണ് സബീർ വോർഫ് പരികല്പന എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെയാണ് പറയുന്നത്: ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു ആന്തരിക ഘടനയുണ്ടെന്ന് പറയുന്നു. എല്ലാ ഭാഷയ്ക്കും ഉണ്ട് ഒരു ആന്തരിക ഘടന. അത് പലതരത്തിലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ഘടന ഒന്ന് മാത്രമാണ്. അതായത് ഈ ഈ ഘടന എന്ന് പറയുന്നത് ഘടകങ്ങളുടെ വിഭജനവും അവയുടെ അന്യോന്യ ബന്ധവും ഓരോ ഭാഷയ്ക്കും സ്വന്തമായുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒരേ ആശയത്തെ ഒരേ തരത്തിലായിരിക്കില്ല എല്ലാ ഭാഷകളും പ്രകാശിപ്പിക്കുന്നത്. അതായത് മലയാളത്തിൽ തന്നെ പ്രാദേശികമായ വ്യത്യാസങ്ങളോട് കൂടി തന്നെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന രീതിയിലല്ല ഇംഗ്ലീഷുകാർ പറയാം. ഒരേ ആശയം തന്നെയായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഓരോ ഭാഷയ്ക്കും അത് അവതരിപ്പിക്കാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ അതിൽ ആശയം എന്ന് പറയുന്നത് എന്താണ്? ഒരുപോലെയായിരിക്കും. ആശയം ഒന്ന് തന്നെയായിരിക്കാം, പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതി വേറെ ഒന്നായിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അവർ അതിന് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു ഭാഷയിൽ നമുക്കിപ്പോൾ ഇത്ര അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ ഭാഷയെ അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തമിഴിലാണെങ്കിൽ 30 അക്ഷരങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ 51 അക്ഷരങ്ങൾ കൊണ്ടോ 50 അക്ഷരങ്ങൾ കൊണ്ടോ 47 അക്ഷരങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഷയ്ക്കും ലഭ്യമായിട്ടുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരവരുടെ ഭാഷയെ അവതരിപ്പിക്കുന്നത്. ഈ ആധുനിക ഭാഷാശാസ്ത്രത്തിലെ ഘടനാത്മക സമീപന രീതിയുടെ ശക്തനായ വക്താവായിട്ടാണ് ബ്ലൂംഫീൽഡിനെ അവതരിപ്പിക്കുന്നത്. ബ്ലൂംഫീൽഡ് വളരെ കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരാളാണ് ബ്ലൂംഫീൽഡ്. അദ്ദേഹത്തിന്റെ ഭാഷാ അപഗ്രഥന പദ്ധതിയെ വിവരണാത്മകം എന്നാണ് വിവക്ഷിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, വിവരണാത്മക ഭാഷാ പഠനത്തിനും പാരമ്പര്യ ഭാഷാ പഠനത്തിനും ഇടയിലാണ് ഭാഷാ വിജ്ഞാനത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പൊ ഭാഷാശാസ്ത്രത്തിന്റെ സ്ഥാനോ വിവരണാത്മക ഭാഷാ പഠനത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഭാഷയുടെ പഠനം എന്ന് പറയുന്നത്, അതായത് ഈ പഠനം വിവരണം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിരിക്കണം എന്നാണ് ബ്ലൂംഫീൽഡ് അഭിപ്രായപ്പെട്ടത്. അതിൽ വസ്തുനിഷ്ഠമായിരിക്കണം എന്ന് പറഞ്ഞാലും അർത്ഥത്തെ വ്യാവർത്തിപ്പിച്ചെടുക്കുക, അതായത് അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് ഒരു സ്വനിമത്തെ ഒക്കെ നിർണയിക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? ഈ സ്വനിമത്തിന് അർത്ഥവ്യാവർത്തനത്തിനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വനിമത്തെ അപഗ്രഥിക്കേണ്ടത്. അർത്ഥതല അപഗ്രഥനം അത് എങ്ങനെയാണോ ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേറിട്ട് നിൽക്കുന്നത്, ഒരർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥം വേറിട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒരു അർത്ഥത്തിൽ നിന്ന് മറ്റൊരർത്ഥം വേറിട്ട് നിൽക്കുന്നതിന് ഏത് സ്വനിമങ്ങളാണോ കാരണമായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കേണ്ടതെന്നാണ് ബ്ലൂംഫീൽഡ് പറയുന്നത്. അപ്പൊ ഭാഷയിലെ അർത്ഥയുക്ത രൂപങ്ങളെ അദ്ദേഹം പരാശ്രിതം, സ്വതന്ത്രം എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. അതായത് സ്വതന്ത്ര അർത്ഥങ്ങളും പരാശ്രിത അർത്ഥങ്ങൾ എന്നുള്ളത്, അതായത് മറ്റൊന്നിനെ ആശ്രയിച്ച് അർത്ഥം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ അദ്ദേഹം വിഭജിക്കുന്നുണ്ട്. ഘടകം, വർഗം, സംഹിത എന്നീ സംപ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിവരണാത്മകമായിട്ടുള്ള ഭാഷാ പഠനത്തിന്റെ നിയമങ്ങളെ രൂപപ്പെടുത്തിയെടുത്തേക്കുന്നത്. ഇവിടെ അദ്ദേഹം ഒരു ഘടകത്തെ സന്നിഹിതം, അന്തിമം എന്നിങ്ങനെ വിഭജിക്കുന്നുണ്ട്. അന്തിമ ഘടകങ്ങളാണ് രൂപിമങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നത്. ഭാഷയിലെ പ്രയോഗതല വസ്തുക്കളെ അല്ലെങ്കിൽ വസ്തുതകളെ വ്യവസ്ഥീകരിക്കാനുള്ള ഒരു രീതിയാണ് വിവരണാത്മക പദ്ധതി. അതായത് അന്തിമമായ അർത്ഥം ലഭിക്കുന്ന ഘടകങ്ങളാണ് രൂപിമങ്ങൾ, പക്ഷെ അവയുടെ അർത്ഥവ്യാവർത്തനം ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് സ്വനിമങ്ങൾ എന്നുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പാരമ്പര്യ വ്യാകരണത്തെ ഈ ഘടനാവാദികൾ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല അവർ പദവിഭാഗങ്ങളുടെ വിഭജനം അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് വാദിക്കുന്നുണ്ട്. പിന്നെ അർത്ഥം, ധർമ്മം, രൂപം എന്നീ വ്യത്യസ്ത രീതിയിൽ ഇവയെ പഠിക്കുന്നതിന് അവർ എതിർക്കുന്നുണ്ട്. വ്യാകരണം നിർദ്ദേശാത്മകമായിരിക്കണം എന്നുള്ള ചിന്തയെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഭാഷയുടെ എല്ലാ വ്യവസ്ഥകളെയും ഉൾക്കൊള്ളുന്നതാവണം ഭാഷയുടെ പഠനം, അല്ലാത്തത് അതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പൊതു നിയമം ഉണ്ടാക്കണം എന്നൊക്കെ ഇവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭാഷാ പഠനത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്.
അപ്പം അതിൽ നമുക്ക് മനസ്സിലായി ഇതൊക്കെ നിർദ്ദേശിക്കുന്നതെന്ന് അതായത് ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ്, ബ്ലൂംഫീൽഡ് ചിന്താഗതികളെല്ലാം അടിസ്ഥാനമാക്കുന്നത് ഘടനാത്മക ഭാഷാശാസ്ത്രത്തിൻ്റെ സൈദ്ധാന്തിക സങ്കല്പനങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം വിവരണാത്മക ഭാഷാശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നത് തന്നെ. പിന്നെ വിവരണാത്മക ഭാഷാശാസ്ത്രം വ്യത്യസ്ത ഭാഷകളുടെ ഘടനകൾക്ക് ഒരു കൃത്യമായൊരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് ഉപകാരപ്പെടുന്നുണ്ട്. അതായത് സ്വനതലം, രൂപതലം, വാക്യതലം തുടങ്ങി അവസ്ഥകളിൽ ഊന്നിക്കൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത്. ഓരോ ഭാഷയുടെയും സ്വനതലം എങ്ങനെ, രൂപതലം എങ്ങനെ, വാക്യതലം എന്നിവയെക്കുറിച്ച് വിശദമായി പഠിച്ചുകൊണ്ടാണ് ഓരോ വാക്യത്തിൻ്റെയും ഘടകങ്ങൾക്ക് ഒരു വ്യവസ്ഥ ഈ വിവരണാത്മക വ്യാകരണത്തിൽ ഉണ്ടാക്കുന്നത്. പിന്നെ വ്യത്യയം, പൂരക ബന്ധം, സ്വതന്ത്ര പരിവർത്തനം തുടങ്ങിയിട്ടുള്ള ആശ്രിത ബന്ധങ്ങളിൽ ഊന്നിയാണ് ഭാഷ മാത്രകളുടെ വിതരണ സ്വഭാവം നിർണയിക്കുന്നത്. അർത്ഥ പരിഗണനയിലല്ല, അർത്ഥവ്യാവർത്തന ശേഷിയിലാണ് വിവരണാത്മക പഠനം ശ്രദ്ധിക്കുന്നത്. അതായത് ഭാഷയുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഘടകങ്ങളെ വരെ വിവരണാത്മക പഠനം ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണോ ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണോ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണോ ഒന്നിൽ നിന്ന് വളരെ അതായത് മറ്റൊന്നായിട്ട് രൂപം മാറിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ പഠിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിക്കപ്പെടേണ്ടത് സാർവലൗകികമായ ഒരു വ്യാകരണത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പനം ഇവർക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സങ്കല്പനത്തെ ഇവർ എതിർക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലുള്ള പഠനത്തിലേക്ക് കടക്കുമ്പോഴാണ് സന്നിഹിത ഘടനാപഗ്രഥനം വരുന്നത്. അതായത് ബ്ലൂംഫീൽഡ് അവതരിപ്പിച്ച ഈ രീതിയെ വ്യവസ്ഥപ്പെടുത്തിയതും ഒക്കെ വെൽസും ഹാരിസും ചേർന്നിട്ടാണ്. ഈ സന്നിഹിത ഘടനാപഗ്രഥനം എന്നുള്ളൊരു കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് തന്നെ ബ്ലൂംഫീൽഡാണ്. പക്ഷെ അതിനൊരു ഒരു വ്യവസ്ഥാപിത ഘടന, ഒരു വ്യവസ്ഥാപിതത്വം ഉണ്ടാക്കുന്നത് സെലിക് ഹാരിസും വെൽസും കൂടിയിട്ടാണ്. അവർ പറയുന്നത് ഉച്ചരിക്കപ്പെടുന്ന വാക്യങ്ങളെ എത്രമാത്രം പറ്റുന്നു സാധ്യമാകുന്നിടത്തോളം ചെറുതും അർത്ഥവത്തുമായിട്ടുള്ള ഘടകങ്ങളാക്കി അപഗ്രഥിക്കണമെന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു വാക്യത്തെ പൊതുവായിട്ട് 2 ഘടകങ്ങളായി തിരിച്ചതിന് ശേഷം പിന്നീട് അതിനെ പല ഘടകങ്ങളായിട്ട് തിരിച്ച് പഠിക്കുക. അതിലൊരു അന്തിമ ഘടകം നമ്മൾ കണ്ടെത്തും എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കറുത്ത കുട്ടി പതുക്കെ നടന്നു. നമുക്ക് വേണമെങ്കിൽ അതിനെ 2ആയിട്ട് വിഭജിക്കാം. കറുത്ത കുട്ടി എന്നുള്ളതും പതുക്കെ നടന്നു എന്നുള്ളതും വിഭജിക്കാം. പിന്നെ വീണ്ടും കറുത്ത കുട്ടി എന്നുള്ളതിനെ കറുത്ത എന്നും കുട്ടി എന്നും 2ആയിട്ട് വിഭജിക്കാം. പതുക്കെ നടന്നു എന്നുള്ളതിനെ പതുക്കെ എന്നും നടന്നു എന്നും നമുക്ക് വിഭജിക്കാം. അപ്പോൾ കറുത്ത കുട്ടി പതുക്കെ നടന്നു, അതിൽ നാമവിശേഷണം, നാമം, ക്രിയാവിശേഷണം, ക്രിയ ഇതെല്ലാം ഉണ്ട്. ഇനിയും ഇതിനെ വേണമെങ്കിൽ വിഭജിക്കാം. ഇങ്ങനെ വിഭജിച്ച് പഠിക്കുന്നതിനെയാണ് സന്നിഹിത ഘടകാപഗ്രഥനം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് പദസംഹിത രചനാ വ്യാകരണമാണ്. ഇത് നോം ചോംസ്കിയാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് തന്നെ, പദസംഹിത രചന വ്യാകരണം. അതായത് വാക്യത്തെ അത്യന്ത ഘടകങ്ങളായിട്ട്, വളരെ ഇങ്ങനെ ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട് വിഭജിക്കുന്നതോടൊപ്പം വാക്യത്തിനൊരു നിയമത്തെ കൂടി ഇദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക വാക്യത്തെ, ഒരു പ്രത്യേക വ്യാകരണത്തെ ആസ്പദമാക്കി ആര് വിവരിച്ചാലും എങ്ങനെയായിരിക്കും വിവരണം ഒരുപോലെ ആയിരിക്കുന്നതെന്നാണ് ചോംസ്കി പറയുന്നത്. അതായത് ഒരു വാക്യത്തെ നമ്മൾ വിവരിക്കുമ്പോൾ അതിനൊരു വ്യാകരണം കൂടി ആര് പറയുന്നുണ്ട്? ചോംസ്കി പറയുന്നുണ്ട്. അതിനെയാണ് പദസംഹിത രചനാ വ്യാകരണം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് രചനാന്തരണ പ്രജനക വ്യാകരണമാണ്. അത് 1940 ബ്ലൂംഫീൽഡ് അനുയായി എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ സെലിക് ഹാരിസ് ഉണ്ടല്ലോ, അദ്ദേഹം അവതരിപ്പിച്ച ആശയമാണ് ഈ പ്രജനക വ്യാകരണം എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തുന്നത് തന്നെ. അതിനെ കുറച്ചും കൂടി വികസിപ്പിക്കുകയാണ് നോം ചോംസ്കി ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അതിനെ ഒരു സിദ്ധാന്ത തലത്തിലേക്ക് ഉയർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഹാരിസിന്റെ ശിഷ്യനാണ് നോം ചോംസ്കി.
1957 ഇതിന് ഒരു 1940 ഹാരിസ് കൊണ്ടുവന്ന ഈ ഒരു കൺസെപ്റ്റിനെ 1957 നോം ചോംസ്കി ഒരു പ്രസ്ഥാനം എന്നോ അല്ലെങ്കിൽ സൈദ്ധാന്തിക സങ്കല്പം എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ പഠനം എന്നുള്ള നിലയിലേക്ക് വളർത്തുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ രചനാന്തരണം എന്ന് വെച്ചാൽ ഒരേ ആശയത്തിന് ഒരുപാട് തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് വാക്യങ്ങൾ ഉണ്ടാകാം. അനന്തമായ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരത്തിലുള്ള ഭാഷയെ അറിയുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ ഇതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായി ഈ ഒരു ആശയത്തെ അവതരിപ്പിക്കാൻ ഏതൊക്കെ ഭാഷ അല്ലെങ്കിൽ ഏതൊക്കെ വാക്യങ്ങൾ ഉപയോഗിക്കുന്നു ആ വാക്യങ്ങളെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ സൃഷ്ടിന്മുഖത എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സൃഷ്ടിന്മുഖത, അതായത് സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുന്ന വാക്യങ്ങളുടെ സഞ്ചയമാണ് സൃഷ്ടിന്മുഖത വഴി ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ഒരു തരത്തിൽ പറയാം, ഈ ഒരു ആശയം തന്നെ വേറൊരാൾ വേറെ തരത്തിൽ പറയാം അല്ലേ? അപ്പം ഇതിനെ നമ്മൾ എന്ത് പറയും? രചനാന്തരണം എന്ന് പറയും. കാരണം പലതരത്തില് വാക്യങ്ങൾ രൂപപ്പെട്ട് വരുന്നത്. അതായത് പാരമ്പര്യ വ്യാകരണത്തെ ഇവര് എതിർക്കുന്നില്ല നോം ചോംസ്കി. ഘടനാ വ്യാകരണത്തെക്കാൾ മികച്ചതാണെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അവതരണ രീതിയെയാണ് നോം ചോംസ്കി എതിർക്കുന്നത്. അദ്ദേഹം രചനാന്തരണം എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരേ ആശയം തന്നെ പലതരത്തിൽ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും. ഞാൻ ഓടി വന്നു എന്ന് പറഞ്ഞു അല്ലേ? ഞാൻ ഓടി വന്നു, ഞാൻ ഓടിയാണ് വന്നത്, ഓടിയാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വന്നത് ഓടിയാണ്. ഇങ്ങനെ പലതരത്തിലും നമുക്ക് ഒരേ ആശയത്തെ തന്നെ പറയാം. ഈ പലതരത്തിലുള്ള വാക്യങ്ങൾ എന്താണ്? രചനാന്തരണങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് രചനാന്തരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ഇനി അദ്ദേഹം അവതരിപ്പിച്ച അടുത്തൊരു കൺസെപ്റ്റാണ് പ്രജനകാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നത്. പ്രജനകാർത്ഥ വിജ്ഞാനം 1965 നോം ചോംസ്കി ആസ്പെക്ട്സ് ഓഫ് ദ തിയറി ഓഫ് സിൻടാക്സ് എന്ന ഗ്രന്ഥത്തിലാണ് തൻ്റെ ഈ രചനാന്തരണ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചുകൊണ്ട് പ്രജനാർത്ഥ വിജ്ഞാനം എന്നുള്ള കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു വാക്യത്തിനും രണ്ട് തരത്തിലുള്ള ഘടനയുണ്ട്, ബാഹ്യഘടനയും ആന്തരഘടനയും. സർഫേസ് സ്ട്രക്ചറും ഡീപ്പ് സ്ട്രക്ചറും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഘടന ഉണ്ടെന്നുള്ളതാണ് അതായത് ആ ഒരു കൺസെപ്റ്റ് തന്നെ വളരെയേറെ എന്താ പറയുക, വിപ്ലവങ്ങൾക്ക് ഇടകൊടുത്ത എന്നായിരുന്നു. അതായത് ആശയ നിവേദനത്തിന് ആവശ്യം അല്ലെങ്കിൽ ഒരു ആശയം അവതരിപ്പിക്കുന്ന ആവശ്യമായ എല്ലാ ഉപാധികളും ഏതിലുണ്ട്? ഒരു ആശയം എനിക്ക് അവതരിപ്പിക്കണമെങ്കിൽ അതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഏതിലുണ്ട്? ആന്തരരചനയിലുണ്ട്, ആന്തരഘടനയിലുണ്ട്. വിനിമയത്തിന് ആവശ്യമായിട്ടുള്ള ശാബ്ദിക രൂപങ്ങൾ, അത് സചേതനായിരിക്കാം അചേതനായിരിക്കാം, എന്താണെങ്കിലും ഈ ഉപവിഭാഗങ്ങൾ, പദപ്രത്യയങ്ങൾ, ഇതെല്ലാം ലിംഗവചന കാലങ്ങളോ എല്ലാം കർത്തൃ കർമ്മങ്ങളെല്ലാം കൂടിച്ചേർന്ന് അങ്കി വാക്യങ്ങളെല്ലാം ചേർന്ന് ഈ ആന്തര ഘടനയെ അവതരിപ്പിക്കുകയാണ് എന്ത്? ഈ ബാഹ്യഘടന എന്ന് പറയുന്നത്. ആന്തരഘടനയിൽ നിന്നാണ് ബാഹ്യഘടന ഉണ്ടാകുന്നത് എന്നാണ് ചുരുക്കത്തില് അർത്ഥം, അതായത് ഉദ്ദേശിക്കുന്നത്. ആന്തരരചനയിൽ നിന്നാണ് ബാഹ്യഘടന ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആന്തരഘടനയിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വ്യാകരണവുമായി ബന്ധപ്പെട്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിനെ വേണ്ട രീതിയിൽ ചേർത്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ബാഹ്യഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് രചനാന്തരണങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള വാക്യങ്ങൾ പലതരത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള വാക്യങ്ങള്, അതായത് രചന ഈ വാക്യങ്ങളാണ്. ബാഹ്യരചന എന്ന് പറയുന്നത് അതെങ്ങനെ ബാഹ്യമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ. അത് ഓരോ വ്യക്തിയുടെയും ഭാഷാ പ്രയോഗത്തിന്റെ വൈവിധ്യം അനുസരിച്ചിരിക്കും. ഞാൻ പറയുന്ന പോലെയല്ല മറ്റൊരാൾ പറയുന്നത്, അതിന്റെ ബാഹ്യരചന നടത്തുന്നത്. അപ്പൊ ആ നിലയ്ക്ക് പ്രജനന വ്യാകരണം എന്ന് പറയുന്നത് ഏതൊരു ഭാഷകന്റെ ഉള്ളിലുള്ള ഭാഷയെക്കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപപ്പെട്ടു വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്കെന്ന് ഞാൻ കരുതുന്നു. അതായത് ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആശയം ഇങ്ങനെ പലതരത്തിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പറയും. പക്ഷെ അതുപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ ഓരോരുത്തരും പറയുന്നത്. ഓരോരുത്തരുടെയും അത് അവതരിപ്പിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് പ്രജനകാർത്ഥ വിജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനമാണ് പ്രജനകാർത്ത വിജ്ഞാനത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ ചുരുക്കത്തിൽ ആധുനിക കാലത്തെ ഭാഷാ പഠനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് സസൂറിൻ്റെ ഭാഷാശാസ്ത്ര സങ്കല്പനങ്ങളാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഞാനിതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. 19-ാം നൂറ്റാണ്ടിലാണ് ഘടനാവാദം സസൂർ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ റഷ്യൻ ഫോർമലിസവും നവവിമർശനവും ഇവ രണ്ടും കാൽപ്പനികതയ്ക്കെതിരെയുള്ള ഒരു വിമർശനാത്മക സമീപനം എന്ന രീതിയിൽ ഇവ രണ്ടും കാൽപ്പനികതയെ എതിർത്തുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഘടനാവാദം വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇപ്പൊ റഷ്യൻ ഫോർമലിസവും ന്യൂ ക്രിറ്റിസിസം, നവവിമർശനം, എലിയറ്റ് തുടങ്ങിയുള്ളവരുടെ കാലഘട്ടത്തിൽ വന്ന നവവിമർശനം, ഇത് രണ്ടും ഏതിനെയാണ്? കാൽപ്പനികതയെയാണ് എതിർത്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഭാഷയിലും സാഹിത്യത്തിലും വന്ന സൈദ്ധാന്തിക സങ്കല്പനങ്ങളാണ്, അല്ലെങ്കിൽ ഭാഷാശാസ്ത്ര സങ്കല്പനങ്ങളാണ് ഘടനാവാദം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സസൂറിൻ്റെ ഭാഷാശാസ്ത്ര സങ്കല്പനങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് ഭാഷാശാസ്ത്രത്തിന് അദ്ദേഹം 4 സങ്കല്പനങ്ങളാണ് ഭാഷാശാസ്ത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തേത് ഏകകാലികവും ബഹുകാലികവും. അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരേ ഒരു കാലഘട്ടത്തിലെ ഭാഷയെ വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നതാണ് ഏകകാലികം. ആ ഭാഷയുടെ തന്നെ പല കാലഘട്ടങ്ങളിലുള്ള വികാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ബഹുകാലികമായിട്ട് മാറുന്നുണ്ട്. അടുത്തതാണ് പരോളും ലാങ്ങും പരോളും. ശ്രദ്ധിക്കാം, ലാങ്, പരോള്. അതായത് ഏതൊരു ഭാഷയുടെ ഘടനയിലും 2 തലങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭാഷയുടെ സാമൂഹിക തലത്തെ ലാങ് എന്ന് പറയുമ്പോൾ ഭാഷയുടെ വൈയക്തിക തലമാണ് പരോൾ എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ഭാഷയുടെ പൊതുവായ വസ്തുതകളിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു ഘടനയാണ് ഈ ലാങ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു സാമൂഹികമായ തലത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഭാഷയുടെ ഘടനയാണ് ലാങ് എന്ന് പറയുന്നത്. ഒരു ഭാഷയുടെ എല്ലാ സാധ്യതകളെയും ഭരിക്കുന്ന ഭാഷയുടെ നിയമങ്ങളുടെ അമൂർത്തവും സ്ഥിരവുമായ ആകത്തുകയാണ് ഇതെന്നാണ് ലാങ് എന്നാണ് പറയുന്നത്. ഈ സാധ്യതകളുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് യഥാർത്ഥ സംഭാഷണത്തിൽ നമ്മൾ ആളുകൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സംസാരിക്കുന്നതാണ് പരോൾ. ഇപ്പം ഞാൻ പറയുന്നത് പരോളാണ്. അതായത് ഈ ഒരു കാര്യത്തെ ഞാൻ എൻ്റെ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അത് പരോളാണ്. പക്ഷേ ഈ ഒരു ആശയത്തെ തന്നെ മറ്റു പലരും പല രീതിയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ ആശയം എന്താകും? ലാങ് ആണ്. കാരണം ഇതിന് പല മുഖങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു മുഖം അനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനെ പല രീതിയിൽ അവതരിപ്പിക്കാം ഈ ആശയത്തെ. അതായത് ആശയത്തെ പല രീതിയിൽ പലരും അവതരിപ്പിക്കും. പക്ഷെ ഈ ഏത് രീതിയും ഏതിൽ ഉൾക്കൊള്ളുന്നുണ്ട്? ലാങ്ങിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പരോള് പറയുമ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന രീതി മാത്രമാണ് പരോള്. ഇപ്പൊ വേറൊരാൾ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ അത് പരോളാണ്. പക്ഷെ അത് ഞാൻ അവതരിപ്പിക്കുന്ന പോലെ ആകണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു വ്യക്തിയുടെ പരോൾ എന്ന് പറഞ്ഞാൽ വൈയക്തികമാണ്, ഓരോ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ലാങ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു വ്യാകരണ വ്യവസ്ഥ കൂടിച്ചേർന്നതാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ അതൊരു വ്യാകരണ വ്യവസ്ഥയുടെ പരിധിയിൽ നിൽക്കണം എന്നില്ല. ഒരു പക്ഷേ AR രാജരാജവർമ്മയെ പറഞ്ഞെങ്കിൽ കൃത്യം വ്യാകരണം നോക്കിയിട്ടായിരിക്കാം അദ്ദേഹം അത് അവതരിപ്പിക്കുക. ഞാൻ പറയുമ്പോഴോ എൻ്റെതായ രീതിയിൽ ഒരു വാമൊഴി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു തന്നിരിക്കും. അപ്പൊ അത് രണ്ടും ആശയം ഒന്നാണെങ്കിലും അത് അവതരണം വേറെയാണ്. അപ്പോൾ അതിൻ്റെ ലാങ് എന്ന് പറയുന്നത് എൻ്റെയും ARൻ്റെയും ഇനിയിപ്പോൾ മറ്റ് ആരുടെ ഒക്കെ ഉണ്ടോ അവരുടെ ഒക്കെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ലാങ് എന്ന് പറയുന്നത്. കൃത്യമായൊരു നിയമവ്യവസ്ഥയുള്ളതാണ്. പരോൾ എന്ന് പറയുന്നത് എന്താ? ഞാൻ പറയുന്നത് ഏതാണോ അത് പരോളാണ്. വൈയക്തികമാണ് പരോൾ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ലാങ്ങും പരോളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി സൂചകം, സൂചിതം എന്നുള്ളതാണ്. ഭാഷ എന്നത് ചിഹ്നങ്ങളാണ്, ചിഹ്നങ്ങളാൽ നിർമ്മിതമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ട്. ഓരോന്നും ഓരോ ചിഹ്നമാണ്. ഇപ്പം ഞാൻ ആന എന്ന് പറഞ്ഞാൽ ആ ആന എന്ന് എഴുതിയേക്കുന്നത് ഒരു ചിഹ്നമാണ്. ഓരോ ചിഹ്നത്തിലും എന്തുണ്ട്? സൂചകമുണ്ട്, സൂചിതമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സൂചകം എന്നത് ശബ്ദബിംബവും സൂചിതം എന്നത്
ആ ശബ്ദബിംബം സൂചിപ്പിക്കുന്ന മാനസികമായ ആശയവുമാണ്. ഇപ്പോൾ ആന എന്ന് ഞാൻ പറയുന്ന ആന എന്ന് എഴുതുന്നത് അത് ശബ്ദബിംബമാണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന മാനസികമായ ആശയമാണ് എന്ത് സൂചിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ മാങ്ങയെ കുറിച്ച് പറഞ്ഞു. മാങ്ങ എന്നുള്ള ശബ്ദം എന്ന് പറയുന്നത് സൂചകമാണെങ്കിൽ മാങ്ങ എന്നുള്ള ശബ്ദം സൂചിപ്പിക്കുന്ന ആശയം അതാണ് സൂചിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൂചകവും സൂചിതവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഏറ്റവും അവസാനത്തെയാണ് സാദൃശ്യപരം വിന്യസനപരം എന്നുള്ളത്. സാദൃശ്യപരം വിന്യസനപരം എന്നുള്ളതിൽ അതായത് നാലാമത്തെ സങ്കല്പനമാണ് ഇത്. അതായത് ഒരു വാക്യത്തിന്റെ അകത്ത് മുന്നിൽ വരുന്നത് പിന്നിൽ വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ തിരിക്കും. കാരണം ഒന്നിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് വിന്യസനപരം. ഞാൻ പറഞ്ഞു കർത്താവ് കഴിഞ്ഞു കർമ്മം, അതായത് കർത്താവ് കഴിഞ്ഞു അതിന്റെ പ്രത്യയം ചേർത്തു, കർത്താവ് കർത്താവിന്റെ പ്രത്യയം, കർമ്മം കർമ്മത്തിന് പ്രത്യയം, ക്രിയ ക്രിയയുടെ പ്രത്യയം. നിങ്ങൾക്ക് അറിയാലോ, കാലപ്രത്യയം ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇതിങ്ങനെ ഒരു ഘടകങ്ങൾ ഇങ്ങനെ പരസ്പരം ആശ്രയിച്ചു വരുന്ന അതിന്റെ ആ വിന്യസനത്തെയാണ് വിന്യസനപരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന് ശേഷം ഇന്നത് ഇതിന് ശേഷം ഇന്നതെന്ന് പറഞ്ഞുള്ള വിന്യസനത്തെയാണ് നമ്മൾ വിന്യസനപരമായിട്ടുള്ള അതൊരു വിന്യസനപരമായിട്ടുള്ള ശൃംഖലയാണ്. പിന്നെ നമ്മൾ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ലംബതലം എന്നും അക്ഷതലം എന്ന് പറഞ്ഞല്ലോ. കർത്താവ് കഴിഞ്ഞ കർമ്മം, കർമ്മം കഴിഞ്ഞ ക്രിയ, അത് അക്ഷതലമാണ്. ലംബതലം സമർത്ഥനായ, മിടുക്കനായ, നിപുണനായ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആ രീതിയിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇപ്പൊ ഞാൻ സമർത്ഥനായ എന്നുള്ളതിന്റെ അത് മാറ്റിയിട്ട് മിടുക്കനായ എന്നാക്കി, പിന്നെ ഞാൻ മാറ്റിയിട്ട് എന്തായി നിപുണനായ എന്നാക്കി. ഇങ്ങനെ ഒരു വാക്കിന്റെ സ്ഥാനത്ത് പകരം വെക്കാവുന്ന മറ്റു വാക്കുകൾ വരുമ്പോൾ സാദൃശ്യം അനുസരിച്ച് മറ്റു വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സാദൃശ്യപരമാണ്. മനസ്സിലായോ? സാദൃശ്യപരമായിട്ടുള്ള വിന്യസനമാണ്. മറ്റത് ഒന്നിനു പുറകെ ഒന്നായിട്ട് കർത്താവ് കഴിഞ്ഞു കർത്താവിന്റെ പ്രത്യയം, കർമ്മം കഴിഞ്ഞു കർമ്മത്തിന്റെ പ്രത്യയം, ക്രിയ കഴിഞ്ഞു ക്രിയ, അങ്ങനെ വരുന്നത് എന്താണ് വിന്യസനപരമായിട്ടുള്ള ബന്ധം, അതായത് വിന്യസനപരമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ 4 ഘടകങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഈ സസൂർ അവതരിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ലെവിസ്ട്രോസും ലെക്കാനും ഫൂക്കോയും മൽത്തൂസറൊക്കെ തങ്ങളുടെ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്നത്. വെൽസിന്റെയും ഹാരിസിന്റെയും സന്നിഹിത ഘടനാപഗ്രഥനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. നോം ചോംസ്കിയുടെ പദസംഹിത രചന, വ്യാകരണം, രചനാന്തര പ്രചനക വ്യാകരണം, പ്രചനകാർത്ഥ വിജ്ഞാനമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത്, അതായത് ഈ ഘടനാവാദത്തിന്റെ നമ്മുടെ ഇയാളൊക്കെ സസൂറിന് ശേഷം വന്ന വളരെ ഗൗരവമായ രീതിയിൽ പഠനം നടത്തിയ ഒരു ഫ്രഞ്ച് നരവംശ ശാസ്ത്രജ്ഞനാണ് ക്ലോഡ് ലെവിസ്ട്രോസ് ആണ്. അദ്ദേഹം ഓരോ സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോലെ തന്നെ ഭാഷയും അദ്ദേഹം കണ്ടു. ഒരു ചിഹ്ന വ്യവസ്ഥയെ കണ്ട് വിശകലനം ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അർത്ഥത്തെ വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു പൊതു നിയമങ്ങൾ കൊണ്ടുവന്ന് നിർദ്ധാരണം ചെയ്യാൻ പറ്റുന്നതാണ് ഭാഷ എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ മിത്തുകളെ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ മിത്തിനെയും ഭാഷയെയും ചേർത്ത് വെച്ച് പഠിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഭാഷയുടെ ആധുനിക കാലത്തുള്ള ഭാഷാശാസ്ത്ര പഠനത്തെക്കുറിച്ച് പറയാനുള്ളത്.